نستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വെച്ച് പുലർത്തണമെന്നും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ മനുഷ്യ ഹൃദയങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ദുരന്ത വാർത്ത, അതാണ് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ 300ഓളം പേർ മരണപ്പെട്ടു എന്നാണ് ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് പേരെ ലഭിക്കാനുണ്ട്. കാണുവാനില്ലാത്തവരുടെ പേരുകൾ ധാരാളമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു പ്രദേശം ഒന്നടങ്കം തന്നെ ആ നാട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കപ്പെട്ട ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപകടങ്ങളെ പറ്റി ധാരാളം നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിൽ അപകടങ്ങൾ വന്ന്, ഈ രൂപത്തിലുള്ള അപകടങ്ങൾ വന്ന് ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്ന ആൾക്കാരുടെ എണ്ണത്തിന്റെ ആധിക്യവും ധാരാളമാണ്. വീടും സമ്പത്തുമെല്ലാം നിമിഷ നേരം കൊണ്ട് നഷ്ടമായ മനുഷ്യരെയാണ് ആ പ്രദേശങ്ങളിലെ വാർത്തകളിലൂടെ ധാരാളമായിട്ട് നാം കാണുന്നത്. ഒരുപാട് പേർ സ്കൂളുകളിലും മദ്രസകളിലും മറ്റൊക്കെ അഭയം തേടിയിരിക്കുകയാണ്. ഏകദേശം 5000ഓളം പേർ അങ്ങനെ തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വലിയ ദുരിതത്തിൽ നിന്ന് എത്രയും വേഗം കരകയറി സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യന്മാർ ഞാൻ എന്റെ എവിടെയോ എത്തി നിൽക്കുന്നു എന്നുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി സാധ്യമില്ലാത്ത രീതിയിൽ മാത്രം നമ്മൾ എല്ലാ സയൻസുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അത്രമാത്രം ശക്തന്മാരാണ് നമ്മളൊക്കെ എന്ന് ചിലപ്പോഴൊക്കെ ചിലരൊക്കെ അഹങ്കാരം നടിക്കാറുണ്ട്. പക്ഷെ മനുഷ്യൻ എത്രയോ ദുർബലനാണ്. നമുക്കറിയാം, കർണാടകയിൽ ഒരു സഹോദരൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് എല്ലാ ആധുനിക ടെക്നോളജികളും വന്ന് പരതി അവസാനം പിൻവലിയുന്ന അവസ്ഥയാണ് നമുക്കുണ്ടായത്. മനുഷ്യന്മാർക്ക് ഓരോ ദുരന്തങ്ങളും നമുക്ക് നൽകുന്ന വാർത്ത എന്താണ്? അത് നമ്മൾ വളരെ അങ്ങേയറ്റം ദുർബലരാണ്. ആ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളെല്ലാം ഉണ്ട് എന്ന് അഹങ്കരിക്കുമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? വളരെ ദുർബലമായ അവസ്ഥയിലാണ്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ വളരെയധികം ദരിദ്രന്മാരാണ്, നിങ്ങൾ അങ്ങേയറ്റത്തെ മിസ്കീനുകളാണ്, പാവങ്ങളാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നുമല്ല. വല്ലാഹുൽ ഗനിയുൽ ഹമീദ്, അവനാണ് സ്വയം പര്യാപ്തയുള്ളവൻ, അവനാണ് സമദ്, എല്ലാരും ആശ്രയിക്കുന്ന, ഒരാളെയും ആശ്രയിക്കാത്തവൻ, സ്വയം പര്യാപ്തതയുള്ളവൻ. അവനാരാണത്? ഹമീദായതും ഗനിയായതും സമദായതും അതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ അങ്ങേയറ്റത്തെ പാപങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ, അല്ലാഹുവിലേക്ക് മടങ്ങുവീൻ എന്നുള്ള വാക്കുകൾ ഖുർആനിൽ നമ്മൾ ധാരാളം കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്രയധികം ദുരിതങ്ങൾ നമ്മൾ എപ്പോഴും അടിക്കടി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഒന്നാമത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൗർബല്യം, ദുർബലത, അത് നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി തന്നെയാണ്. ആ രൂപത്തിൽ പല രൂപത്തിൽ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയേക്കാം. വബലൗനാഹും ബിൽഹസനാതി വസയ്യാതി ലഅല്ലഹും യർജിഊൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നാം അവരെ പരീക്ഷിക്കും, നന്മകൾ കൊണ്ട് പരീക്ഷിക്കും, അതുപോലെ തന്നെ ഷർറുകൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, വിഷമതകൾ കൊണ്ട് നാം പരീക്ഷിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്, അവർ മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശപ്പ് കൊണ്ട്, ഭയം കൊണ്ട്, വിഭവങ്ങളുടെ നഷ്ടം കൊണ്ട്, നിങ്ങളുടെ ശരീരപരമായ നഷ്ടം കൊണ്ട്, നിങ്ങൾക്കുണ്ടാകുന്ന സമ്പത്തിന്റെ നഷ്ടം കൊണ്ട് ഒക്കെയും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമാശീലർക്ക് തന്നെയാണ് സന്തോഷ വാർത്തയുള്ളത്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന് ശേഷം തുടർത്തി പറഞ്ഞറിയാമോ, അല്ലദീന ഇദാ അസാബതഹും മുസീബ, അതെ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ അവർ തീണ്ടിയാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, അല്ലാഹുവിൽ നിന്നുള്ളവരാണ് ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. സഹോദരന്മാരെ, ദൃഢചിത്തമായ പ്രഖ്യാപനമായിരിക്കും യഥാർത്ഥ വിശ്വാസികൾക്ക്. എന്ത് ദുരിതങ്ങൾ വന്നാലും അവർ പ്രകടിപ്പിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, ഈ പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നത് ഒന്ന് മഴയുടെ ആധിക്യമാണ്. ആ സമയത്ത് വിശ്വാസികൾ മഴയെ പഴിക്കാൻ വേണ്ടി പാടുന്നത്, എന്തൊരു മഴ, നാശം, അങ്ങനെയുള്ളൊരു വാക്കുകൾ ഒരു വിശ്വാസി ഒരിക്കലും പറയാൻ വേണ്ടി പാടുന്നതല്ല. മറിച്ച് എന്ത് ദുരിതമുണ്ടായാലും അവന്റെ നാവിൽ നിന്ന് വരുന്ന എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഏത് അവസ്ഥയിലുള്ള അടിസ്ഥാനമായ നിലപാട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യത്തിൽ കാണാം, അതേ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. എല്ലാ കാര്യങ്ങളും അവന് നന്മയുള്ളതാണ്. ഒരു സത്യവിശ്വാസി അവനെ തീണ്ടുന്ന എന്ത് വിഷമതകൾ ഉണ്ടാകട്ടെ, എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ, എന്ത് ദുരിതങ്ങൾ ഉണ്ടാകട്ടെ, അതൊക്കെയും അവന് നന്മയാണ്. മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. ഇതൊരു സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും പ്രകടിപ്പിക്കുക എന്നത് സാധ്യമല്ല. അതെ, എന്തെങ്കിലും സന്തോഷം വന്നാൽ അവൻ അമിതമായി സന്തോഷിക്കുകയല്ല ചെയ്യുക, മറിച്ച് അവൻ നന്ദി കാണിക്കും. അതവന് നന്മയുള്ളതാണ്, അതവന് ഖൈറാണ്. അവൻ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവൻ ക്ഷമിക്കും. അതെന്താണ്? അതവന് നന്മയാണ്, അത് നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളെ നാം പരീക്ഷിക്കും എന്ന് പറഞ്ഞപ്പോ വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാശീലർക്ക് തന്നെയാണ് സന്തോഷ വാർത്തയുള്ളത്. എന്നിട്ട് അവരുടെ പ്രഖ്യാപനമായി തുടർത്തി പറഞ്ഞെന്താ? അവര് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. സഹോദരന്മാരെ, ഒരു വിശ്വാസിക്ക് പല അവസ്ഥകളിലൂടെയും തരണം ചെയ്യേണ്ടി വരും. അവന് ശാരീരികമായ രോഗപരമായ അവസ്ഥ ഉണ്ടാവാം, കുടുംബത്തിലെ അവസ്ഥയുണ്ടാവാം, നാട്ടിൽ പല പ്രയാസങ്ങൾ ഉണ്ടാവാം, അവന്റെ ജീവിതത്തിലെ, ജോലിയിലെ, ഇടപാടിലെ, ഭാര്യ-ഭർത്ത ബന്ധത്തിലെ, മക്കൾ, കുടുംബം, അതുപോലെ തന്നെ അയൽവാസി, സാമൂഹികമായ ഇടപാടുകൾ, സാമൂഹികമായ ചുറ്റുപാടുകൾ, എല്ലാറ്റിലും അവന് പ്രയാസങ്ങൾ, ദുരിതങ്ങളൊക്കെ തീണ്ടേണ്ടി വന്നേക്കാം. പക്ഷെ അപ്പോഴൊക്കെ വിശ്വാസി പ്രതികരിക്കുന്നു എന്തായിരിക്കും? നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണല്ലോ എന്നതായിരിക്കും.
അതുകൊണ്ടാണ് ഫിർഔന്റെ സദസ്സിൽപ്പെട്ട് ജനതയിൽപ്പെട്ട് മൂസാ നബിയിലും അള്ളാഹുവിലും വിശ്വസിച്ച ആൾക്കാരെ ഫിർഔൻ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ എങ്ങനെ കൊന്നുകളയും, നിങ്ങളുടെ കൈകൾ കാലുകൾ ഒക്കെയും വിച്ഛേദിച്ച് കളയുമെന്ന് പറഞ്ഞപ്പോ അവർ സധൈര്യം പറഞ്ഞത് കാലു ഇന്ന ഇലാ റബ്ബിനാ മുൻകലിബൂൻ, ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ. സൂറത്ത് ശൂറയിൽ കാണാം ലാ വൈർ, ഖാലു ലാ വൈർ, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രതിസന്ധി നമുക്കില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും തീണ്ടുന്നില്ല. ഇന്ന ഇലാ റബ്ബിനാ മുൻകലിബൂൻ, ഞങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇവിടെ ആർക്കും സ്ഥിരവാസമില്ല. മരണവും രാവും പകലും കാലാവസ്ഥ വ്യതിയാനവും എല്ലാവർക്കും ഒരുപോലെയാണ്. ആർക്കും ഒരു വ്യത്യാസമില്ല. അത് പണക്കാരനാവട്ടെ പാവപ്പെട്ടവനാകട്ടെ, എല്ലാവർക്കും ഒരുപോലെയാണ്. മരണം വരാത്ത ഒരാളും പോലും തന്നെ ഇല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല നിലക്കും അപായപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ നോക്കിയിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയാമോ? ഇന്നക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തൂൻ, താങ്കളും മരിക്കും അവരും മരിക്കും, താങ്കളും മരിക്കും അവരും മരിക്കും. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ, അതെ, പിന്നീട് എല്ലാവരും നിങ്ങൾ റബ്ബിലേക്കാണ് ഒരുമിച്ച് ചേരുന്നത്, അവിടെ വെച്ചിട്ട് നിങ്ങൾ വഴക്ക് കൂടുന്നതാണ്. സൂറത്തുൽ അംബിയയിൽ കാണാം വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, അതെ, നിനക്ക് മുമ്പ് താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല. അഫൈൻ മിത്ത ഫഹുൽ ഖാലിദൂൻ, താങ്കളെങ്ങാനും മരിച്ചു പോയാൽ അവർ ഇവിടെ ശാശ്വതവാസികളായിരിക്കുമോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അനശ്വരമല്ല. ഈ ദുനിയാവിയായ ജീവിതം, അനശ്വരമായ ജീവിതം എന്ന് പറയുന്നത് പാരത്രികമായ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയിൽ ഉണ്ടാകേണ്ട വാക്ക് എന്താണ്? അത് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ തികട്ടുന്ന, ദുനിയാവിൽ വായിക്കപ്പെടുന്ന, കാണുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും നമ്മൾ ആത്യന്തികമായി ആശങ്കലരായി ഭയവിഹ്വലരായി നമ്മൾ കാണുപോകുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സഹോദരന്മാരെ, കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിനെ നിഷേധിക്കുന്നത്? വകുന്തും അംവാതൻ ഫഅഹ്യാകും, നിങ്ങൾ നിർജീവരായിരുന്നു, നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലുള്ളവരായിരുന്നു. ഒരു 50 വയസ്സുള്ള നമ്മൾ 52 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയാണ്? 60 വയസ്സുള്ള നമ്മൾ 62 61 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയാണ്? ഒരു 70 വയസ്സുള്ള നമ്മൾ 72 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയാണ്? നമ്മൾ നിർജീവരാണ്. നിങ്ങൾ നിർജീവരായിരുന്നു. ആ നിർജീവതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ജീവൻ നൽകി. നിങ്ങളെ വീണ്ടും അതേ നിർജീവതയിലേക്ക്, അതേ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക്, അതേ മരണത്തിലേക്ക്, അതേ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അവനെ കൊണ്ടുപോകും. ആ അവസ്ഥയിൽ നിന്ന് വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുമ്മ ഇലൈഹി തുർജഊൻ, സുമ്മ ഇലൈഹി തുർജഊൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതെ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. സഹോദരന്മാരെ, നമ്മൾ ഇല്ലാതിരുന്ന കാലത്ത് ഈ ലോകത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്, പല ദുരന്തങ്ങളും സംഭവിച്ചിട്ടുണ്ട്, പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല വിഷമകരമായ അവസ്ഥകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മരണപ്പെട്ടാൽ ഇതുപോലെയുള്ള പല അവസ്ഥകളും ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണം രുചിക്കുക തന്നെ ചെയ്യും. മരണം രുചിക്കാത്ത ഒരാത്മാവില്ല. വനലബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, അതെ, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. സൗഖ്യം കൊണ്ടും അസുഖം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടും, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടും. സഹോദരന്മാരെ, ഈ വിശ്വാസമായിരിക്കണം
ദുനിയാവിയായ ഏത് പ്രതിസന്ധിയിലും നമുക്കുണ്ടാകേണ്ടത്. ഏത് പ്രതിസന്ധിയിലും, ചിലപ്പോൾ രോഗപരമായ പ്രതിസന്ധിയാകാം, ചിലപ്പോൾ ദുരിതങ്ങളാവാം, ദുരന്തങ്ങളാവാം, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം, മറ്റു പല സാഹചര്യങ്ങളാവാം. ആ സാഹചര്യങ്ങളിലൊക്കെയും ഒരു വിശ്വാസി വെച്ച് പുലർത്തേണ്ട അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ ഫയഖൂലു മാ അമറല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെ, ഒരു മുസ്ലിമിനെ, ഒരു വിശ്വാസിക്ക് ഒരു പ്രതിസന്ധി ബാധിക്കുന്നില്ല, ഒരു പ്രശ്നം അയാളെ തീണ്ടിപ്പോകുന്നില്ല, ഒരു പ്രയാസകരമായ അവസ്ഥ അയാൾക്ക് നീങ്ങിപ്പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ അയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ശേഷം അയാൾ പറയുമെന്നാണ്, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഈ അനുഭവിക്കുന്ന ദുരിതത്തിനെക്കാട്ടിയും എനിക്ക് നല്ലത് നൽകുകയും ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ എനിക്ക് പ്രതിഫലം നൽകുകയും ചെയ്യണമേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമെന്നാണ്. ഇല്ല അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ. അങ്ങനെ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ അവൻ അനുഭവിച്ച ദുരിതത്തിനെക്കാട്ടിയും നല്ലൊരു പ്രതിഫലം അല്ലെങ്കിൽ നല്ലൊരു നന്മ അവന് നൽകാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, എത്ര അടിസ്ഥാനപരമായ വിഷയമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബൂ സൽമ മരണപ്പെട്ടു. അബൂ സൽമ മരണപ്പെട്ടപ്പോ അവർക്കുണ്ടായിരുന്ന പ്രയാസം അത് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു. കാരണം അബൂ സൽമയുടെ കൂടെയാണ് ഉമ്മു സൽമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നത്. പക്ഷെ ഭർത്താവ് മരണപ്പെട്ടപ്പോഴും അവര് പ്രാർത്ഥിക്കുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഇദ്ദേഹത്തെക്കാൾ ഉത്തമമായത് എനിക്ക് പ്രദാനം ചെയ്യണമേ. അപ്പൊ അവര് വിചാരിച്ചു, ഇദ്ദേഹത്തെക്കാൾ ഉത്തമം അങ്ങനെ ഒരാള് എന്റെ ജീവിതത്തിൽ ഇനി ആരാണ് കടന്നു വരാനുള്ളത്? നല്ല സ്വഭാവത്തിനുടമയായിരുന്നു, ഏറ്റവും നല്ല സ്വഭാവ മര്യാദകൾ കാണിച്ച ആളായിരുന്നു. കൂടാതെ മക്കയിൽ നിന്ന് ഇസ്ലാം ഉൾക്കൊണ്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദ്യമായി ഹിജ്റ വന്ന മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തെക്കാൾ ഒരു നല്ല മനുഷ്യൻ എന്റെ ജീവിതത്തിൽ കടന്നു വരാനുണ്ടോ? സഹോദരന്മാരെ, അവര് തന്നെ പറയുകയാണ്, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്റെ അടുത്ത ഭർത്താവായി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നതാണ്. എന്ന് വെച്ചാൽ ഏത് പ്രതിസന്ധിയിലും ഒരു വിശ്വാസിയുടെ സ്ഥൈര്യം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു വാക്കിലായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ ഇബാദിയല്ലദീന ആമനു, ഈ വിശ്വാസികളെ, ഈ വിശ്വസിച്ചവരെ, ഇന്ന അർളി വാസിയ, അള്ളാഹുവിന്റെ ഭൂമി എന്ന് പറയുന്നത് അതിവിശാലമായ ഭൂമിയാണ്. എന്നെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പാടുന്നതുള്ളൂ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തിയത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഏതൊരു മനുഷ്യനുണ്ടോ, ഏതൊരു ജീവജാലമുണ്ടോ, അവൻ മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. സുമ്മ ഇലൈനാ തുർജഊൻ, അവൻ മടങ്ങുന്നത് നമ്മിലേക്കാണ്. ശേഷം ഒരായത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തുന്നത്, അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ ക്ഷമിക്കുന്നവരാണ്, അല്ലാഹുവിൽ അങ്ങേയറ്റത്തെ ബലമേൽപ്പിക്കുന്നവരാണ്. സഹോദരന്മാരെ, എന്ത് പ്രതിസന്ധി വന്നാലും സ്ഥിരമായ ക്ഷമയും ബലമേൽപ്പിക്കലും വിശ്വാസികൾക്കുണ്ടായിരിക്കണം. നമുക്കറിയാം, ഒരു വയനാട്ടിലെ ഒരു സഹോദരൻ, ആ സഹോദരൻ എല്ലാം നശിച്ചു പോയി. ഇഫ്താർക്കാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവസ്ഥ? എല്ലാം പോയി, ഈ ഉടുത്ത ഡ്രസ് അല്ലാതെ മറ്റൊന്നും എനിക്കില്ല. ദൈവം എന്താണ് നിശ്ചയിച്ചത് അതായിരിക്കാം എന്നാണ് ആ സഹോദരൻ പറഞ്ഞത്. സഹോദരന്മാരെ, ആ സമയത്ത് അല്ലാഹുവിനെ ഓർക്കാനുള്ള കഴിവുണ്ടാകുക എന്ന് പറയുന്നത് അത് ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉൾഭയത്തിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അന്തരാളങ്ങളിൽ നിന്നുണ്ടാകുന്ന ഈമാനിന്റെ പ്രതിഫലം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് അവസ്ഥയിലും അല്ലാഹുവിൽ ബലമേൽപ്പിച്ച്, അല്ലാഹുവിൽ ക്ഷമിച്ച്, അല്ലാഹുവിൽ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരിക്കണം. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഒരിക്കലും ഒരു
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമ, ആ അടിമന്റെ അടുത്ത് ആ അടിമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയച്ചു എന്ന. അപ്പൊ മലക്കുകൾ വന്ന് റൂഹ് പിടിച്ചു കൊണ്ടുപോയി. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയാണ്, ആ അടിമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണ്. മലക്കുകൾ റൂഹ് പിടിച്ചു കൊണ്ടുവന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, ഖബലത്തും വലദ അബ്ദി, എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടികൂടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മലക്കുകൾ പറഞ്ഞു, അതെ പിടികൂടി. ഫയഖൂലു ഖബലത്തും സബറത ഫാദി, അവന്റെ കണ്ണിലുണ്ണിയെ നിങ്ങൾ പിടികൂടിയോ? അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനെ നിങ്ങൾ പിടികൂടിയോ? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അതെ. ഫയഖൂലു മാദാ ഖാല അബ്ദി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുകയാണ്, ആ സന്ദർഭത്തിൽ ആ അടിമ, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? അപ്പോ മലക്കുകൾ പറഞ്ഞു, ഹമിദക വസ്തറജ, അതെ, അവൻ നിന്നെ അല്ലാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ശേഷം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്നാ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ, അപ്പോൾ എന്താണ് അവൻ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, അപ്പോൾ ആ അടിമ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്ന വാക്കാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന വസഫു ബൈത്തുൽ ഹംദ്, അതെ, ബൈത്തുൽ ഹംദ്, ഹംദിന്റെ വീട് എന്ന പേരിൽ സ്വർഗ്ഗത്തിൽ അവന് വേണ്ടിയിട്ട് ഒരു വീട് പണിയൂ എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമെങ്കിൽ, സഹോദരന്മാരെ, നമുക്ക് അനുഭവിക്കപ്പെടുന്ന തിക്തമായ അവസ്ഥയിൽ പോലും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള, അല്ലാഹുവിലേക്കാണ് നമ്മളുടെ മടക്കം എന്നുള്ള ആ പ്രതികരണം ഉണ്ടായപ്പോൾ ആ അടിമയെ, ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുന്നതിന്റെ പ്രവർത്തന ഫലമാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. സഹോദരന്മാരെ, മറ്റൊരു ഹദീസിൽ കാണാം, നമുക്കറിയാം, അനസ് ഇബ്നു മാലിക് പറയാണ്, അവരുടെ മാതാവ് മാത ഇബ്നു അബീ തൽഹ മിൻ ഉമ്മി സുലൈം, അതായത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മു സുലൈമിൽ നിന്ന് പിറന്ന ഒരു കുട്ടി മരണപ്പെട്ടു എന്നാണ്. അതായത് അബൂ തൽഹ എന്ന് പറയുന്ന സഹാബിക്ക് ഉമ്മു സുലൈമിൽ പിറന്ന ഒരു കുട്ടി ഒരിക്കൽ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഉമ്മു സുലൈം എന്താക്കി, വീട്ടുകാരോടൊക്കെ പറഞ്ഞു, അബൂ തൽഹ വന്നാൽ, അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണല്ലോ, വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ എന്റെ ഈ കുട്ടി മരണപ്പെട്ട വിവരം അദ്ദേഹത്തോട് നിങ്ങൾ ആരും പറയരുത്. ഞാൻ പറയും, പക്ഷെ കുറച്ച് സാവകാശമാണ്, നിങ്ങൾ ആരും പറയരുത് എന്ന് പറഞ്ഞു. അബൂ തൽഹ വന്ന ഉടനെ പോകുമ്പോൾ പനിച്ചു കിടക്കുന്ന കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, അവൻ നന്നായിരിക്കുന്നു, നല്ല ഉറക്കിലാണ് എന്ന് പറയുകയുണ്ടായി എന്ന്. എന്നിട്ട് അബൂ തൽഹ കുളിച്ചു, വീട്ടിൽ ഭക്ഷണം കഴിച്ചു, ഉമ്മു സുലൈമിന്റെ പേര് ഒന്നിച്ച് കിടന്നുറങ്ങി. ഹദീസുകൾ കാണാം, ഉമ്മു സുലൈമായിട്ട് ഷെയ്ഖ് വരെ ഉണ്ടായി എന്ന. അതിനുശേഷം അബൂ തൽഹനോട് ഉമ്മു സുലൈം ചോദിക്കുന്നുണ്ട്, യാ അബാ തൽഹ അറൈത ലൗ അന്ന ഖൗമൻ അആറു ആരിയതഹും അഹ്ല ബൈതി ഫതലബു ആരിയതഹും അലഹും അൻ യംനഉ, അതെ, ഒരു ജനത മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയത് തിരിച്ചു ചോദിച്ചാൽ അത് കൊടുക്കാതെ നിങ്ങൾ തടഞ്ഞു വെക്കുമോ? അപ്പോ അബൂ തൽഹ പറഞ്ഞില്ല, ഞാൻ കൊടുക്കും, ഞാൻ അങ്ങനെ തടഞ്ഞു വെക്കുകയില്ല. എങ്കിൽ നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ അള്ളാഹുവിനുള്ള പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ് നമ്മുടെ മക്കളെ. ആ മക്കളിൽ ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തു, മകനെ തിരിച്ചെടുത്തു എന്ന് കരുതിയാൽ അവൻ നമുക്ക് നൽകിയത് ഔദാര്യമായിരുന്നു, അവൻ അത് തിരിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ആ തിരിച്ചെടുക്കപ്പെട്ടതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് ഉമ്മു സുലൈമ പറഞ്ഞപ്പോ അത് അബൂ തൽഹക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയില്ല. അദ്ദേഹം എന്താക്കി, രാവിലെ ഫജ്ർ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ വിശദീകരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ മകൻ മരിച്ചപ്പോ എന്റെ ഭാര്യയെ നിന്ന് മറച്ചു വെച്ചു, എല്ലാം കഴിഞ്ഞ് അവസാനമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലഹു യുബാരിക ലഹുമാ ഫീ ലൈലതിഹിമാ, അതെ, കഴിഞ്ഞ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. അൻസാരിൽപ്പെട്ട സഹാബി പറയുകയാണ്, ഫറൈതു തിസ്അത ഔലാദിൻ കുല്ലുഹും ഖദ് ഖറഉൽ ഖുർആൻ, ശേഷം ഉമ്മു സുലൈമിന് 9 മക്കൾ പിറന്നു. ആ 9 മക്കളും ഖുർആൻ ഹാഫിദുകളായിരുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നു എന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് സ്വർഗ്ഗം കാണിക്കപ്പെട്ടു,
അപ്പോൾ അബൂ തൽഹയുടെ ഭാര്യയെ ഞാൻ കണ്ടു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പോഴതാ ഒരു നടത്തത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ ചോദിച്ചു, ആരാണ്? അപ്പൊ മലക്കുകൾ പറഞ്ഞു, അത് അനസ് ബിൻ മാലിക്കിന്റെ മാതാവ് ഉസൈമ ബിൻത് മിൽഹാനാണ് എന്ന് പറയുകയുണ്ടായി. സഹോദരന്മാരെ, സ്വന്തം മകൻ മരിച്ചപ്പോൾ പോലും ശക്തമായ ക്ഷമയും തവക്കലും, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്നുള്ള ദൃഢചിത്തത അവർ പ്രകടിപ്പിച്ചപ്പോ അല്ലാഹുവിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായി. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് ഇവർ പാത്രീഭൂതരായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനപരമായി നമ്മളൊക്കെ മനുഷ്യരൊക്കെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ക്ലേശം, ബുദ്ധിമുട്ട്, പ്രയാസം സഹിക്കേണ്ട അവസ്ഥയിലാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ പ്രയാസത്തിലും ദുരിതത്തിലും ബുദ്ധിമുട്ടിലും സഹിക്കേണ്ട അവസ്ഥയിലാണ്. ഒരു ദിവസം മലമൂത്ര വിസർജനം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു ദിവസം മലമൂത്ര വിസർജനത്തിനെങ്ങാനും തടസ്സം നേരിട്ടാൽ, മൂത്രവ്യവസ്ഥകൾക്ക് തടസ്സം നേരിട്ടാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു 5 മിനിറ്റ് ശ്വസനക്രിയക്ക് തടസ്സം നേരിട്ടാൽ നമ്മുടെ അവസ്ഥ എന്താണ്? സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഗം ഫമുലാകി, ഇന്നക കാദിഹുൻ, നീ ക്ലേശപൂർവം ജീവിതം തള്ളി നീക്കുന്നവരാണ്. ഇലാ റബ്ബിക കദ്ഗൻ, നിന്റെ റബ്ബിലേക്ക് ക്ലേശപൂർവം അധ്വാനം നടത്തി നീ ചെല്ലുന്നവനാണ്. ഫമുലാകി, അങ്ങനെ നിങ്ങൾ അവനെ കണ്ടുമുട്ടുന്നവരാണ്. നിങ്ങൾ ക്ലേശപൂർവം പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്, രോഗങ്ങൾ സഹിച്ച്, വിഷമതകൾ സഹിച്ച്, ഭാര്യയുടെ കുത്തുവാക്കുകൾ സഹിച്ച്, ഭർത്താവിന്റെ ദുസ്വഭാവം സഹിച്ച്, അയൽവാസിയുടെ സ്വഭാവ മര്യാദ ദൂഷ്യങ്ങൾ സഹിച്ച്, നാട്ടുകാരിലുള്ള ചില പ്രയാസങ്ങൾ സഹിച്ച്, ജീവിത വ്യവഹാരങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീട്ടി ദുരിതങ്ങളും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ. അങ്ങനെ അവനവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നിർത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് പറഞ്ഞിട്ടാ പറയുന്നത് വേറൊരു ആയത്തിൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ പ്രയാസം സഹിച്ച പ്രയാസങ്ങളുണ്ടല്ലോ, നമ്മൾ സഹിച്ച ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, നമ്മൾ അഭിമുഖീകരിച്ച് എന്തൊക്കെ വിഷമകരമായ സാഹചര്യങ്ങളുണ്ടോ, അതിനൊക്കെയും അവിടെ വെച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ഒരു അനീതിയും അവിടെ വെച്ച് തീട്ടുകയില്ല. ഇവിടെ ജീവിതം മുഴുവനും ഷുഗർ രോഗിയായി കഴിഞ്ഞൊരു മനുഷ്യൻ, അയാൾ നല്ല ആബിദായിരുന്നു, നല്ലൊരു മുവഹിദായിരുന്നു. പക്ഷേ അതിന് പോലും അയാൾക്ക് പ്രതിഫലമുണ്ടെന്ന, ഇവിടെ പ്രയാസങ്ങൾ തേണ്ടി നടന്നുപോയ ഒരു മനുഷ്യൻ, ഇവിടെ ഭർത്താവിന്റെ കുത്തുവാക്കൽ കേട്ട് കഴിഞ്ഞു പോയ ഒരു വനിത, അവൾ മുവഹിദത്താണ് എങ്കിൽ പോലും അവൾക്ക് അതിലും പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ നിരാശപ്പെടേണ്ടവരല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഫലപ്രഖ്യാപനം അത് ചില്ലറ അർത്ഥതലങ്ങൾ പറയുന്നതല്ല. എങ്ങനെയാണ് സഹോദരന്മാരെ, എങ്ങനെയാണ് നാളെ വരുന്നത് പരലോകത്ത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വലഖദ് ജഅ്തുമൂന ഫുറാദ കമാ ഖലഖനാകും അവ്വല മർറ വതറക്തും മാ ഹവ്വൽനാകും വറാഅ ദുഹൂരികും. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ ഇവിടെ ദുനിയാവിൽ എന്തൊക്കെയാണ് സമ്പാദിച്ചിട്ടുണ്ടോ, അയാളുടെ ഭാര്യയാവാം, മക്കളാവാം, അല്ലെങ്കിൽ ഭർത്താവാകാം, നല്ല വീട് സൗകര്യങ്ങളാവാം, വാഹനങ്ങളാക്കാം, എല്ലാം ഉപേക്ഷിച്ചാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത്. എല്ലാ രൂപത്തിലുള്ള മരണങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒറ്റയ്ക്കിതാ നിങ്ങൾ വന്നിരിക്കുന്നു, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സകലതും നിങ്ങൾ ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ തനിച്ചാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് മറ്റൊരായത്തിൽ പറഞ്ഞത്, ഫലൗലാ ഇദ ബലഗത്തിൽ ഹുൽഖൂം, എന്നാൽ അത് ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ എന്ത് കാണുന്നതാണ്, നിങ്ങൾ എന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ മറ്റൊരിടത്തേക്കും പോകാത്തത്? നിങ്ങളുടെ നോട്ടം എന്താണ്? എന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം ആണ് നിങ്ങളെക്കുള്ള ഏറ്റവും അടുത്തവൻ. ഒരാൾ മരിക്കുമ്പോൾ അല്ലാഹു ആണ് അവനെക്കുള്ള ഏറ്റവും അടുത്തവൻ. പക്ഷെ നിങ്ങൾ കണ്ടറിയുന്നില്ല എന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലേക്ക് മടങ്ങുകയില്ല എന്നത് അസാധ്യമായ സംഗതിയാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു പോകില്ല എന്നത് അസാധ്യമായ സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാം നശിപ്പിച്ചിട്ടുള്ള ഏതൊരു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരാതിരിക്കുക എന്നത് അസംഭവ്യമാണ്. എല്ലാവരും തിരിച്ചു പോകുന്നത് അല്ലാഹുവിലേക്കാണ്. അവർക്ക് എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ ആ ബന്ധങ്ങളൊക്കെയും ശിഥിലമായി പോയി. കുടുംബ ബന്ധങ്ങൾ, സൗകര്യങ്ങൾ, വാഹന സൗകര്യങ്ങൾ, എന്തൊക്കെ ബന്ധങ്ങൾ ദുനിയാവിൽ ഉണ്ടായിരുന്നോ അതൊക്കെയും അവർക്ക് ദുനിയാവിൽ നിന്ന് ശിഥിലമായി പോയെന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, മൻ അമില സാലിയം ഫലിനഫ്സി, ആരാണ് നന്മകൾ ചെയ്യുന്നത് അത് അവന് വേണ്ടിയിട്ടുള്ളതാണ്. ഏത് തരത്തിലുള്ള നന്മകളാണ് നമ്മൾ ചെയ്യുന്നത് അത് അവന് വേണ്ടിയിട്ടുള്ളതാണ്. വമൻ അസാഅ ഫഅലൈഹ, ആരാണ് തിന്മ പ്രവർത്തിച്ചാൽ അതിന്റെ ദോഷം അവന് തന്നെയാണ്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, എന്നിട്ട് അവർ മടങ്ങി വരുന്നത് നമ്മിലേക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹുവിലേക്കുള്ള ഒരു പ്രാർത്ഥന അത് നമ്മൾ വർദ്ധിപ്പിക്കണം. അതെന്താ അറിയുമോ? അല്ലാഹുമ്മ റഹ്മതക അർജു فلا تكلني الى نفسي طرفة عين اصلي لي شيئي كله لا اله الا انت. اللهم അല്ലാഹുവേ, റഹ്മതക, നിന്റെ കാരുണ്യം മുൻനിർത്തിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അർജു, ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണ് വെട്ടി തുറക്കുന്ന സമയം പോലും എന്റെ എല്ലാ കാര്യവും നീ എന്നിൽ ഏൽപ്പിക്കരുതേ, എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന. സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ കഴിയില്ല. നമ്മുടെ അസുഖങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള്, പ്രയാസങ്ങള്, കുടുംബത്തിൽ നേരിടുന്ന പ്രശ്നങ്ങള്, അസുഖങ്ങള്, എന്റെ പ്രശ്നങ്ങള്, എന്റെ പ്രയാസങ്ങള്, എനിക്ക് മേലെയുള്ള ഭീഷണികള് ഒന്നും തന്നെ നീ എന്നെ മാത്രം ഏൽപ്പിക്കരുതേ എന്നതാണ് വസ്തുത. അത് ആ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ എന്താക്കുക, വർദ്ധിപ്പിക്കുക, പഠിക്കുക, അത് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളിക്കൊണ്ട് ജീവിക്കുക. ഒപ്പം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണെന്നുള്ള ദൃഢബോധം നമ്മൾ എപ്പോഴും വെച്ചു പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മൃപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. വയനാട്ടിലെ സഹോദരന്മാർക്ക് നമുക്ക് നൽകാനുള്ളത് അകമഴിഞ്ഞ പ്രാർത്ഥനകൾ മാത്രമാണ്. അടിസ്ഥാനപരമായി നമ്മുടെ വായിൽ നിന്നും നാവിൽ നിന്നും ഉയരേണ്ടത് പ്രാർത്ഥനകളാണ്. ലാ യറുദ്ദു ഖളാ ഇല്ല ദുആ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി, ഖളാ, ഖദർ, അത് ദുആയെ കൊണ്ടല്ലാതെ തടുക്കപ്പെടുകയില്ല. അതുകൊണ്ട് ദുആകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ ദുആയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരെങ്കിലും ഉണ്ടോ? അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മുൽത്തറായ അവസ്ഥയിൽ, മുൽത്തറ എന്ന് പറഞ്ഞ തഫ്സീറിൽ കാണാം, കഥ, അതായത് മുറിക്കപ്പെട്ടു, അള്ളാഹുവുമായി ഒഴികെയുള്ള എല്ലാ ബന്ധങ്ങളും മുറിക്കപ്പെട്ട അവസ്ഥ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെയുള്ള എല്ലാ ബന്ധങ്ങളും മുറിക്കപ്പെട്ട ഒരവസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ആരാണ്? പട്ടരാജ്യക്കാണ് കുൽ മയ്യുനജീകും മിനൽ ളുലുമാതി വൽ ബർരി വൽ ബഹ്രി തദ്ഊനഹു തദറുവൻ വഖുഫിയ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്? അന്ധകാരങ്ങളിൽ നിന്ന്, കടലിലെയും കരയിലെയും അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്? തദ്ഊനഹു തദറുവൻ വഖുഫിയ ലൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നു, പ്രയാസം വന്നു, ദുരിതം വന്നു, അതുപോലെ തന്നെ ഭൂകമ്പങ്ങളോ അതുപോലെയുള്ള വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആയിരിക്കും, താണുകയാണ് ദുആയിരിക്കും. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ നിലകൂനന്ന മിനശ് ശാകിരീൻ, നിങ്ങൾ എന്ത് ചെയ്യും? നന്ദി കാണിക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുകയും ചെയ്യും. പക്ഷെ ആ ദുരിതങ്ങൾ നീങ്ങിപ്പോയാലോ ചെയ്തു പോയ സംഗതി മറന്നുപോകും. ഖുലില്ലാഹു യുൻജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ. അല്ലാഹുവാണ് അവയിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത്. വേറൊരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. സുമ്മ അൻതും തുശ്രികൂൻ, എന്നിട്ടും നിങ്ങൾ അവനോട് പങ്കുചേർക്കുകയാണല്ലോ.
അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇത്തരം അവസ്ഥകളിൽ നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്നിട്ടും നിങ്ങൾ അവനോട് പങ്കു ചേർക്കുകയാണല്ലോ. സഹോദരന്മാരെ, ചിന്തിക്കേണ്ട വിഷയമാണ് അല്ലെ? ഓരോ മനുഷ്യന്മാരെ പറ്റി അവൻ മുദബ്ബിറുൽ ആലമാണ്, ലോകങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. സിഎമ്മിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? സഹോദരന്മാർ, അങ്ങനെ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ കൈകൾ അല്ലാഹുവിലേക്ക് നീളേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, "ഔലാ യറൗന അന്നകും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറത്തൻ ഔ മർറത്തൈൻ സുമ്മ ലാ യതൂബൂന വലാ ഹും യസ്സക്കൂൻ." അതേ, ഒരു വർഷം ഒന്നോ രണ്ടോ തിരുന്നങ്ങൾ അവരെ പിടികൊള്ളുന്നുണ്ട്, എന്നിട്ടും അവരെന്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല. എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല? എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്ന അല്ലാഹുവിന്റെ ചോദ്യം നമ്മൾ ആത്യന്തികമായി ചിന്തിപ്പിക്കേണ്ടതാണ്. സഹോദരന്മാരെ, ദുരന്തങ്ങൾ നമ്മളെ ഭയപ്പെടുത്താറുണ്ട്, എന്നാൽ പരീക്ഷണങ്ങൾ നീങ്ങിയാൽ നമ്മൾ അല്ലാഹുവിനെ മറക്കും, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. ദുരിതങ്ങളിൽപ്പെട്ടവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളാൽ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. എത്രമാത്രം അവരെ സഹായിക്കാൻ വേണ്ടി പറ്റുമോ അത്തരം രൂപത്തിൽ സഹായിക്കാം. ഒരു മനുഷ്യന്റെ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾ ദൂരീകരണം നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ദൂരീകരണം നൽകും. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ സഹായിച്ചാൽ, നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ, അത് ദുനിയാവിയാകട്ടെ പാരിത്രികമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, അവരെ ഏത് രൂപത്തിലാണ് നമുക്ക് സഹായിക്കാൻ വേണ്ടി പറ്റുക, ആ രൂപത്തിൽ പരമാവധി സഹായിക്കാൻ വേണ്ടി നമ്മൾ വെമ്പൽ കാണിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആ രൂപത്തിലുള്ള സഹായവും വസ്തുവുമായി ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പള്ളിയിലെ ഭാരവാഹിയുമായി ബന്ധപ്പെട്ടാൽ അതിന്റെ വിശദ വിവരങ്ങൾ അവർ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഒരു അവരെ സഹായിക്കാനുള്ള ദ്രുതഗതിയുള്ള ഒരു നീക്കം നമ്മൾ ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ദുരിതം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, വിഷമങ്ങൾ തീർക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ. അല്ലാഹുവേ, അവർക്ക് മരിച്ചുപോയ വിശ്വാസികൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി പാപമോചനം അവരെ നീ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിലാക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, അതുപോലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് തൊട്ട് നമ്മൾ നിന്നോട് പാപമോചനം തേടുകയാണ്, അഭയം തേടുകയാണ്. നമ്മളേവരെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങളും, എപ്പോഴും മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകളും, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളും, ദുരിതങ്ങളും, അപകട മരണങ്ങളും, പോസ്റ്റ്മോർട്ടം പോലുള്ള അപകട മരണങ്ങളും, അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകളും എന്നീ അവസ്ഥകളെ തൊട്ട് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി, ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ വരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും നീ ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബ്